ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ എക്സാമിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എക്സാം സീസണൊക്കെ ആയി, എക്സാം സ്റ്റാർട്ട് ചെയ്തു, കുറേ പേര് എക്സാമൊക്കെ എഴുതൽ തുടങ്ങിയിട്ടുണ്ടാവും, കുറേ പേർക്ക് ഇനി എക്സാം വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ ഇഗ്നോ സ്റ്റുഡൻസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുവരെ എക്സാം എഴുതിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക എന്നുള്ളത്. ഇപ്പോൾ കുറേ പേര് പഠിത്തത്തിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഒരു 2 മാസം മുന്നേ പഠിക്കാൻ തുടങ്ങിയവരുണ്ടാവും, 1 മാസം മുന്നേ തുടങ്ങിയവരുണ്ടാവും, തലേ ദിവസം 2 ദിവസം മുന്നേ അല്ലെങ്കിൽ എക്സാമിൻ്റെ തൊട്ട് ദിവസം മുന്നേ വരെ പഠിക്കാൻ തുടങ്ങിയ സ്റ്റുഡൻസ് ഉണ്ടാവും. കാരണം ഇഗ്നോയിൽ മോസ്റ്റ്ലി ആൾക്കാർ ഒന്നില്ലെങ്കിൽ വേറെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ വേറെ ജോബ് ചെയ്യുന്നവരോ ആയിട്ടുള്ളവരായിരിക്കും. അവർക്ക് ഒരിക്കലും ഒരു ഇയർ ഫുള്ള് ഒരു ഡിഗ്രിയിൽ കളയാനായിട്ട് സമയം ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ ഏത് രീതിയിൽ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ അത് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പം കഴിഞ്ഞ എക്സാമുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പക്കാ പഠിച്ചു പോയൊരു കുട്ടിക്ക് അത് ഈസി ആയിട്ടുള്ള എക്സാമുകളായിരിക്കും. എന്തായാലും ഒരു 3-4 വർഷത്തെ നോക്കണം, 1-2 വർഷത്തെ അല്ല, 3-4 വർഷത്തെ നോക്കി അത് തന്നെ നല്ലോണം അനലൈസ് ചെയ്ത് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാനുള്ളത് ഇഗ്നോ എക്സാമിന് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ആർക്കെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ലപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ അറ്റംപ്റ്റ് തന്നെ പാസ്സാവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക, മാക്സിമം എല്ലാവരും ശ്രമിക്കുക. ഇതുപോലത്തെ ഇഗ്നോ കോണ്ടൻറ്റ്സിന് നമ്മൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.